കേസിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ചൊവ്വാഴ്ച കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരാകും വാദം തുടങ്ങുക. ഇത് പൂർത്തിയായാൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം നടക്കും. കഴിഞ്ഞ 3 ദിവസം സുപ്രീം കോടതിയിൽ നടന്ന വാദത്തിൽ കോടതികൾക്ക് ആചാരങ്ങളിൽ എത്ര വരെ ജുഡീഷ്യൽ പരിശോധന നടത്താമെന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഉയർന്നത്. മതാചാരങ്ങളും നിയമ പരിശോധനാ നയവും സംബന്ധിച്ച് പന്തളം കൊട്ടാരം, അഖിലേന്ത്യാ അയ്യപ്പ ക്ഷേത്ര സംഘം, പത്മനാഭ ക്ഷേത്രത്തിന്റെ തന്ത്രി ഉൾപ്പെടെയുള്ളവർക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സായി ദീപക് വാദിച്ചു. നേരിട്ട് ചെയ്യാനാകാത്തതിന് പരോക്ഷമായി ചെയ്യാൻ ശ്രമിക്കരുത് എന്ന തത്വം അഭിഭാഷകൻ വാദിച്ചു. പുരാതന ആചാരങ്ങളിലെ യുക്തി ചികഞ്ഞ് കോടതികൾ പോകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതവിഭാഗം എന്നതിനെ വിശാലമായ അർത്ഥത്തിൽ കാണണം. ഭരണഘടന അനുസരിച്ച് മതവിഭാഗങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും അഭിഭാഷകൻ വാദിച്ചു. മതപരമായ ആചാരങ്ങൾ ജുഡീഷ്യൽ അവലോകനത്തിന് അതീതമാണെന്ന വാദം അംഗീകരിക്കാൻ പ്രയാസമാണെന്ന് ഇന്നലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചിരുന്നു. ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപുള്ള മത ആചാരങ്ങൾക്ക് ഭരണഘടന പ്രകാരം സംരക്ഷണമുണ്ടെന്ന് NNSനായി മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് ദത്തർ വാദിച്ചു. ഇത്തരം ആചാരങ്ങളിൽ പലതിനും വിവേചനം പാടില്ലെന്ന് അനുശാസിക്കുന്നുണ്ടെന്നും അരവിന്ദ് വാദിച്ചു. കേസിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്കൊപ്പം വാദിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. എന്നാൽ വാദിക്കുന്നവരുടെ ലിസ്റ്റ് പ്രകാരം യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്കൊപ്പമാണ് സംസ്ഥാനത്തെ നേരത്തെ ലിസ്റ്റ് ചെയ്തിരുന്നത്. സംസ്ഥാനത്തിന്റെ വാദം ഈ സാഹചര്യത്തിൽ ഏത് ഭാഗത്തിനോടൊപ്പമാണെന്ന് ചൊവ്വാഴ്ച അറിയാം. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.